കുട്ടികളുടെ ചെവി വീട്ടിൽ എങ്ങനെ വൃത്തിയാക്കാം? എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഞാൻ ഡോക്ടർ ശ്യാമിലെ, കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ. കുട്ടികളുടെ ചെവി വീട്ടിൽ വൃത്തിയാക്കുമ്പോൾ പാരന്റ്സ് ആദ്യം തന്നെ കോൺഷ്യസ് ആവുന്നത് അവരുടെ വാക്സിനെ പറ്റിയിട്ടാണ്. എന്നാൽ ഈ വാക്സ് അവർക്ക് ഒരു രീതിയിൽ ഒരു പ്രോബ്ലം ഉണ്ടാക്കുന്നില്ല, മറിച്ച് അവരുടെ ചെവിക്ക് അതൊരു പ്രൊട്ടക്ഷൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. വാക്സ് വൃത്തിയാക്കുമ്പോൾ ഔട്ടർ ലെയറിൽ നിന്ന് അത് ഇന്നർ ലെയറിലേക്ക് പോകുമ്പോഴാണ് ഇൻഫെക്ഷൻ വരുന്നത്. ചെവി വൃത്തിയാക്കുമ്പോൾ ആദ്യം ചെവിയുടെ പുറംവശം നമുക്ക് വൃത്തിയാക്കാം. കുളിച്ചു കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് വരുന്ന വെള്ളം, പുറത്തു കാണുന്ന വാക്സ് മാത്രം നനഞ്ഞ തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ഷവർ ബാത്ത് അല്ലെങ്കിൽ പൂൾ ബാത്ത് ആണ് എടുത്തതെങ്കിൽ സ്വാഭാവികമായിട്ടും ചെവിക്കകത്ത് കയറിയ വെള്ളം തല ചായച്ചു വെച്ച് പുറത്തേക്ക് കളയാം. ഇയർബഡ്സ്, മാച്ച് സ്റ്റിക്, ഹെയർ പിൻ, സേഫ്റ്റി പിൻ പോലുള്ള സാധനങ്ങൾ ചെവിക്കകത്ത് ഒരു കാരണവശാലും ഇടാൻ പാടില്ല. ചെവി ക്ലീൻ ചെയ്യാൻ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഗ്ലിസറിൻ, ഓയിൽ പോലുള്ള ദ്രാവകങ്ങളും ഉപയോഗിക്കാൻ പാടില്ല. ഇയർ ഡ്രോപ്സ് തന്നെ ഡോക്ടറുടെ പെർമിഷൻ കൂടാതെ യൂസ് ചെയ്യാൻ പാടില്ല. ചെവിക്കകത്തു നിന്ന് ഒരു നീര് വരിക, അല്ലെങ്കിൽ ഒരു വേദന അനുഭവപ്പെടുക, കേൾവി കുറവ് അനുഭവപ്പെടുന്ന സിറ്റുവേഷൻസ് ഒക്കെ തോന്നുകയാണെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക.